നമസ്കാരം. പശ്ചിമബംഗാളിൽ BJP സർക്കാർ ഇന്ന് അധികാരത്തിലേറുകയാണ്. സുവേന്ദു അധികാരി ഇന്ന് 11 മണിയോടുകൂടി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയും രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മദിനമാണിന്ന്. അതുകൊണ്ട് തന്നെയാണ് BJP ഈ ദിനം സത്യപ്രതിജ്ഞയ്ക്കായി തിരഞ്ഞെടുത്തത്. ആദ്യം സുവേന്ദു അധികാരിയെ സംബന്ധിച്ചൊരു ചെറിയ കാര്യം പറഞ്ഞ് പ്രധാന വിഷയത്തിലേക്ക് വരാം. സുവേന്ദു അധികാരിയെ സംബന്ധിച്ച് ഈ വാർത്താമാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക്, പല ചാനലുകൾക്കും ദേശീയ തലത്തിൽ തന്നെയുള്ള ചാനലുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ച് വലിയൊരു പരാതിയുണ്ട്. BJPയുടെ ആന്തരിക കാര്യങ്ങൾ, മറ്റ് പാർട്ടികളുടെ കാര്യങ്ങൾ അവർക്ക് നേരത്തെ ചോർത്തി കിട്ടുന്നത് പോലെ ഒരിക്കലും ചോർത്തി കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ BJPയുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് BJP ഭരണം പിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർ നടത്തുന്ന ഊഹാപോഹങ്ങളെല്ലാം ഒരു 99% വേളകളിലും തെറ്റിപ്പോകാറുണ്ട്. കാരണം ഇവർ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് BJP ഭരണം പിടിച്ചാൽ ഇന്നയാളായിരിക്കും. ഉത്തർപ്രദേശിലായാലും ആസാമിലായാലും എല്ലാം. ഇപ്പോഴുള്ള കാര്യമല്ല പറയുന്നത്. ആസാമിൽ ആദ്യമായി BJP ഈ സമീപകാലത്ത് ഭരണം പിടിക്കുമ്പോൾ, ഇതിനു മുൻപുള്ള സർക്കാർ വന്നപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഊഹാപോഹങ്ങൾ ഇവർ നടത്തിയാൽ 99% സമയങ്ങളിലും അത് തെറ്റിപ്പോകാനാണ് സാധ്യത. തെറ്റിപ്പോകുമെന്ന് ഉറപ്പാണ്. സാധ്യതയെന്നല്ല, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു തീരുമാനങ്ങളുടെ വിവരങ്ങൾ മുൻകൂട്ടി അറിയുവാൻ സാധിക്കാത്തതിൻ്റെ ഒരു ചെറിയ അലോസരം ഇവർക്ക് BJPയോടുണ്ട്. അതുകൊണ്ട് തന്നെ സുവേന്ദു അധികാരിയെ സംബന്ധിച്ച് സുവേന്ദു അധികാരിയെ പ്രഖ്യാപിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. അതിൽ പ്രത്യേകിച്ച് സസ്പെൻസിൻ്റെയോ സർപ്രൈസിൻ്റെയോ കാര്യമില്ല. കാരണം സുവേന്ദു അധികാരി മുന്നിൽ നിന്ന് നയിച്ചാണ് BJPയെ സംസ്ഥാന തലത്തിൽ അധികാരത്തിലെത്തിച്ചത്. ഇത്രയും വലിയ വിജയത്തോടു കൂടി സംസ്ഥാനത്ത് അധികാരത്തിലെത്തിച്ചത്. അമിത്ഷായുടെയും കേന്ദ്ര നേതൃത്വത്തിൻ്റെയും RSSൻ്റെയും പങ്കുകൾ ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ സംസ്ഥാനത്തിൽ ഗ്രൗണ്ടിൽ സുവേന്ദു അധികാരിയായിരുന്നു മുൻപിൽ നിന്ന് നയിച്ച നേതാവ്. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ വലിയ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചില മാധ്യമങ്ങൾ പറയുന്നത് BJPക്ക് മറ്റ് വഴിയില്ലായിരുന്നു, ബംഗാളികൾ നിർബന്ധിച്ചതാണ്, ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി പറഞ്ഞതുകൊണ്ടാണ്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതെന്ത് തന്നെ ആയിക്കോട്ടെ, അതൊന്നും BJPക്ക് വിഷയമേ അല്ല. സുവേന്ദു അധികാരി ഇന്ന് ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായി, പശ്ചിമ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഇനി പ്രധാന വിഷയത്തിലേക്ക് വരാം. പ്രധാന വിഷയം ഇപ്പോഴും നമ്മുടെ മമതാ ബാനോ അല്ലെങ്കിൽ മമതാ ദീദി തന്നെയാണ്. മമതാ ദീദിയെ ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ അവർ കാളിഘട്ടിലെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അവരുടെ മരുമകൻ അഭിഷേക് ബാനർജി തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മെയ് 4-ാം തീയതി അമിത്ഷായോട് ധൈര്യമുണ്ടെങ്കിൽ കൽക്കട്ടയിൽ താൻ നിൽക്കൂ, തന്നെ ഞാൻ കണ്ടോളാം എന്ന് വെല്ലുവിളിച്ച അഭിഷേക് ബാനർജി പുള്ളിയും ഇപ്പോൾ കാണാനില്ല. പുള്ളി ഒളിവിൽ പോയിരിക്കരുത്. പുള്ളി 2 ദിവസങ്ങൾക്ക് മുമ്പ് പുള്ളിയുടെ സ്വരമൊക്കെ ഒന്ന് മയപ്പെടുത്തി. അമിത്ഷാ മാത്രമല്ല, കേന്ദ്ര നേതൃത്വം, BJPയുടെ കേന്ദ്ര നേതൃത്വം മുഴുവൻ കൊൽക്കട്ടയിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. മുൻപ് ഞാൻ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞതെല്ലാം ഒരു ആവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയതല്ലേ. ഞാൻ എൻ്റെ തെറ്റ് വളരെ വിനയാന്വിതനായി സമ്മതിച്ചു തരുന്നു, പോരെ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം മുങ്ങുകയായിരുന്നു. പിന്നെ അദ്ദേഹത്തെ മറ്റെവിടെയോ കണ്ടപ്പോൾ ബംഗാളികൾ കള്ളൻ എന്ന് വിളിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രേക്ഷകരിൽ ചിലരെങ്കിലും കണ്ടു കാണും. മഹുവ മൊയ്ത്രയെ, ഏറ്റവും വലിയ മ്ലേച്ഛമായി സംസാരിക്കുന്നതിൽ PhDയും PhDയുടെ PhDയും നേടിയ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP ആയ മഹുവ മൊയ്ത്രയെ വിമാനത്തിൽ വെച്ച ആളുകൾ കള്ളി എന്ന് തൃണമൂൽ കോൺഗ്രസ്സുകാർ കള്ളന്മാരാണ് എന്ന മുദ്രാവാക്യം വിളിച്ച് ഇറക്കി വിടുന്നത് എല്ലാം കണ്ടു കാണാം. അതുപോലെ തന്നെ അഭിഷേക് ബാനർജി അവസാനമായി കാണുന്നത്, പൊതുമധ്യത്തിൽ കാണുന്നത് ഇതുപോലെ ജനങ്ങൾ കള്ളൻ എന്ന് വിളിക്കുന്നതിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയിലാണ്. അതിനുശേഷം പുള്ളിയെ ആരും കണ്ടിട്ടില്ല, ഒളിവിൽ പോയി എന്നാണ് അറിയുവാൻ കഴിയുന്നത്. എന്തുകൊണ്ട് ഒളിവിൽ പോയി? സുവേന്ദു അധികാരി വന്ന ഉടനെ, അല്ലെങ്കിൽ അമിത്ഷാ ഈ വെല്ലുവിളി ഞാൻ വന്നിരിക്കുന്നടാ എന്ന് പറഞ്ഞ് ചെന്ന് അതിന് പ്രതികാരം ചെയ്യുമെന്നുള്ളതുകൊണ്ടാണ്? അല്ല. TMCയിൽ പ്രശ്നങ്ങൾ അത്ര സുഖകരമല്ല. മമതാ ബാനർജിയും അവരുടെ അനന്തരവൻ അഭിഷേക് ബാനർജിയെ സംബന്ധിച്ച് നിരവധി TMC നേതാക്കൾ ഇപ്പോൾ തന്നെ TMCയെ തള്ളിപ്പറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ BJP അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചു തുടങ്ങി. എന്തിനു പറയുന്നു? മഹുവ മൊയ്ത്രയും സയോനി ഘോഷിനെയും പോലുള്ള TMC MPമാർ പോലും മമതാ ബാനർജിയുടെ ഇലക്ഷനിൽ ഞങ്ങളാണ് ജയിച്ചത്, ഈ ഇലക്ഷൻ എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മോഷ്ടിച്ചെടുക്കപ്പെട്ടതാണ്, 100ഓളം സീറ്റുകളിൽ അത്തരം മോഷണം നടന്നു എന്നുള്ള അവകാശവാദത്തെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാരണം അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില പോസ്റ്റുകളിലെങ്കിലും ജനവിധി ഞങ്ങൾ പൂർണ്ണമായി മാനിക്കുന്നു എന്ന് ഒന്നിലധികം തവണ അവർ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ മറ്റ് അവസരങ്ങളിൽ അവർ ഞങ്ങൾ മമതാ ബാനർജിയോടൊപ്പമാണ് എന്ന് ഒരു തൊട്ടും തൊടാതെയും പറയുന്നുമുണ്ട്. അതാണ് അവരുടെ ഒരു ഇപ്പോഴത്തെ നിലപാട്. ഈ മഹുവ മൊയ്ത്രയും സയോനി ഘോഷുമൊക്കെ മമതാ ബാനർജിയുടെ വിശ്വസ്തരാണ്. ഇനി പ്രാദേശിക നേതാക്കളിലേക്ക് എത്തിയാൽ, പല പ്രാദേശിക നേതാക്കളും ഇപ്പോൾ തന്നെ ഒന്നെങ്കിൽ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ BJP അഭിനന്ദിക്കുന്നു. ചിലർ അഭിഷേക് ബാനർജിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം, ഇവിടെ നടന്നിട്ടുള്ള അഴിമതികളെല്ലാം
അഭിഷേക് ബാനർജിയുടെ ഉത്തരവാദിത്തത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ നിർബന്ധത്തിൽ നടന്നതാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഇപ്പോഴേ ഉന്നയിച്ചു കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നതിൻ്റെ പിറ്റേ ദിവസം മമതാ ബാനർജി വിളിച്ച് കൂട്ടിയൊരു യോഗത്തിൽ ഏതാണ്ട് 10ഓളം MLA മാർ, ഇപ്പോൾ ജയിച്ചിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ 10ഓളം MLA മാർ എത്തിച്ചേർന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് ഒരു പിളർപ്പിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. അതുകൊണ്ട് തന്നെയാണ് മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും ഇപ്പോൾ പൊതുജനമധ്യത്തിൽ വരാത്തത്. ഇനിയുമുണ്ട് പ്രശ്നങ്ങൾ. ഈ അഴിമതികൾ ബംഗാളിലൊട്ടാകെ കഴിഞ്ഞ 15 വർഷങ്ങളായി അഭിഷേക് ബാനർജിയും മമതാ ബാനർജിയും നേതൃത്വം നൽകി, അല്ലെങ്കിൽ അവരുടെ മൗനസമ്മതത്തോടു കൂടി, അല്ലെങ്കിൽ അവരുടെ ആശീർവാദത്തോടു കൂടി തന്നെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ, ഇവയെല്ലാം പരിശോധിക്കപ്പെടുമെന്ന് അമിത്ഷായും സുവേന്ദു അധികാരിയും മാറി മാറി നിരവധി തവണ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്ന നിമിഷം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ തുടങ്ങിയ വേളയിൽ അവിടുത്തെ അധികാരികളെയെല്ലാം മാറ്റി നിയമിച്ചിരുന്നു. ദുഷ്യന്ത് നരിയാല എന്നൊരു വ്യക്തിയാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയായി, അല്ലെങ്കിൽ ഇപ്പോൾ നിയുക്ത ചീഫ് സെക്രട്ടറിയായി ഇലക്ഷൻ കമ്മീഷൻ അന്ന് നിയമിച്ചത്. ഇപ്പോഴും അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് മനസ്സിലായതോടുകൂടി തന്നെ കൃത്യമായൊരു നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ചു. സർക്കാർ ഓഫീസുകളിൽ നിന്ന് അല്ലെങ്കിൽ കാര്യാലയങ്ങളിൽ നിന്നൊന്നും ഒരു ഫയലുകളും നീക്കം ചെയ്യുവാൻ പാടില്ല. അവയെല്ലാം ഒരു വിധത്തിൽ പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു നിയന്ത്രണ പരിധിയിൽ സൂക്ഷിച്ചു വയ്ക്കണം എന്നുള്ള തരത്തിലൊരു ഉത്തരവ് അദ്ദേഹം പുറപ്പെടുവിപ്പിച്ചു കഴിഞ്ഞു. അതുതന്നെയാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ബംഗാളിലെ സർക്കാർ കാര്യാലയങ്ങളിലെല്ലാം. എന്തിനാണിത്? അഴിമതി കേസുകളിലെ ഫയലുകൾ പുറത്തു വരാൻ. ഇനി അടുത്തത് പശ്ചിമ ബംഗാൾ പോലീസിലുണ്ടായൊരു മാറ്റമാണ്. വ്യാജ വീഡിയോയുമായി പുറത്തു വന്ന സാഗരിക ഘോഷ് എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ രാജ്യസഭാ MP ബംഗാൾ പോലീസ് നോട്ടീസ് അയച്ചിരിക്കുന്നു. വ്യാജ വീഡിയോ നിങ്ങൾ നീക്കം ചെയ്യണം, പശ്ചിമ ബംഗാളിൽ അക്രമമുണ്ടാക്കുവാനുള്ള പ്രേരണ നിങ്ങൾ നൽകുകയാണ് എന്നുള്ള രീതിയിൽ. ആലോചിച്ച് നോക്കൂ, മെയ് 3 വരെ ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കുക പോലും അസാധ്യമായിരുന്നു. സാഗരിക ഘോഷ് എന്ന് പറയുന്ന രാജ്ദീപ് സർദേശായിയുടെ ഭാര്യയാണ്. അവർ വല്ലാതെ അസ്വസ്ഥയായി ട്വിറ്ററിൽ തന്നെ അതിനെതിരെ വളരെ രൂക്ഷമായി പ്രതികരിച്ചു. അതുകൊണ്ട് തന്നെ പോലീസ് സേനയിൽ പോലും ഒരു മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പല പോലീസുകാരും വഴിയിൽ നിന്ന് ലൗഡ് സ്പീക്കറിലൂടെ ജയ് ശ്രീറാം വിളിക്കുന്ന കാഴ്ചകളും നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീഡിയോകളായി കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു മാറ്റത്തിൻ്റെ കാറ്റ് ബംഗാൾ ഒട്ടാകെ ആഞ്ഞു വീശുകയാണ്. ആദ്യമായിട്ടുള്ള നടപടി സുവേന്ദു അധികാരിക്ക് എടുക്കേണ്ടി വരിക അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ സംബന്ധിച്ചായിരിക്കും. രണ്ടാമത്തെ നടപടി, അദ്ദേഹം വാക്ക് കൊടുത്തിരിക്കുന്നത് BJP കാര്യകർത്താക്കൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള അക്രമങ്ങളെയും കൊലപാതകങ്ങളെയും ബലാത്സംഗങ്ങളെയും മറ്റ് ക്രൂരകൃത്യങ്ങളെയും സംബന്ധിച്ച എല്ലാ ഫയലുകളും വീണ്ടും തുറക്കപ്പെടും, അന്വേഷിക്കപ്പെടും. ഇവയെല്ലാം ചെന്ന് നിൽക്കുന്നത് ഏറ്റവും അവസാനം സുവേന്ദു അധികാരിയുടെ PA ആയിരുന്ന ചന്ദ്രനാഥ് രഥിൻ്റെ വധം പോലും. ധാക്കയിൽ നിന്നാണ് പ്രൊഫഷണൽ കൊലയാളികൾ എത്തുവാൻ സാധ്യതയുള്ളത് എന്നെ സംബന്ധിച്ച് വിശദമായൊരു വീഡിയോ RP ചെയ്തിരുന്നു, അത് കാണുക. ആ വധം പോലും അതിൻ്റെ സൂത്രധാരൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രയോക്താവ് എന്നുള്ള നിലയിൽ ചൂണ്ടുവിരൽ നീളുന്നത് അഭിഷേക് ബാനർജിക്ക് നേരെയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളപ്പോൾ അഭിഷേക് ബാനർജി ഒളിവിൽ പോകാതെ എന്ത് ചെയ്യും? മമതാ ബാനർജി വീണ്ടും ഒരു പോരാട്ടത്തിനായി, കാരണം ഞാൻ തെരുവിൽ പോരാടുന്ന വനിതയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇരയാണ് എന്നുള്ള വാദങ്ങളെല്ലാം നിരവധി കാലങ്ങളായി ഉയർത്തി അതിൻ്റെ എല്ലാം പ്രയോജനങ്ങൾ അനുഭവിച്ച അവർക്ക് വീണ്ടും ഒരു ശ്രമം നടത്തുവാൻ അല്ലെങ്കിൽ നടത്താതിരിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേടി ഇന്ന് സത്യപ്രതിജ്ഞാ വേളയിലേക്ക് കറുത്ത സാരിയൊക്കെ കൊടുത്ത് തള്ളിക്കയറുവാൻ ശ്രമിക്കുകയും CRPF തോക്കിൻ്റെ പാത്തി വെച്ച് അല്ലെങ്കിൽ തോക്കിൻ്റെ പുറം ഭാഗം വെച്ച് ഇടിച്ചു കൊടുക്കുമോ എന്നുള്ളതാണ്. ഇടിക്കില്ല, പക്ഷേ എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്നെ അവർ ഇടിച്ചു പിടിച്ചു. ഈ ഇലക്ഷൻ കമ്മീഷൻ പോളിംഗ് ബൂത്തിൽ അല്ലെങ്കിൽ കൗണ്ടിംഗ് സെൻറ്ററിൽ ചെന്ന് അവർ കാണിച്ച ഒരു പ്രഹസനം കണ്ടതാണല്ലോ. ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ അത്തരത്തിലായിരിക്കില്ല ഒരു സത്യപ്രതിജ്ഞാ വേളയിൽ, അതും പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രിയും കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രി തന്നെയും പങ്കെടുക്കുന്ന ഒരു യോഗത്തിലേക്ക് ഇവർ ഇത്തരത്തിൽ എന്തെങ്കിലും കുഴപ്പം സൃഷ്ടിക്കുവാനായിട്ട് കടന്നു ചെന്നാൽ അല്ലെങ്കിൽ ചെല്ലുവാൻ ശ്രമിച്ചാൽ. അത്തരത്തിൽ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവരായതുകൊണ്ടൊന്നും പറയുവാൻ സാധിക്കില്ല. സ്വതവേ തന്നെ ഒരു കിളിപോയ അവസ്ഥയിലാണ് അവർ നടക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും സമനില തെറ്റിയ ഒരവസ്ഥയിലേക്ക് അവർ തള്ളപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. അഭിഷേക് ബാനർജി എന്തായാലും ഒളിവിലാണ്. തൃണമൂൽ കോൺഗ്രസ് ഒരു പൂർണ്ണമായ പിളർപ്പിലേക്കാണ് പോകുന്നത്. ഇന്ത്യ സഖ്യം പൂർണ്ണമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ കോൺഗ്രസ്സുകാരെ ഓടിച്ചിട്ട് അടി തുടങ്ങി DMK-ക്കാർ ഇപ്പോൾ തന്നെ. ലോക്സഭയിൽ അവരുടെ സ്ഥാനം
മാറ്റണം, ഇരിക്കുന്ന സ്ഥാനം മാറ്റണമെന്ന് കനിമൊഴി നൽകിയ ഒരു അപേക്ഷയെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഭാരതത്തിലൊട്ടാകെ വളരെ കൗതുകകരമായ, താല്പര്യജനകമായ രീതിയിൽ, ഒരു പക്ഷേ ഉദ്വേഗജനകമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് നമുക്ക് വിശകലനങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.